Hello everyone, welcome back to a new video. So today we'll be discussing the poem Will Go On Hugging by M.R. Renukumar, which comes under MAS4 Kerala Culture and Literature. So let's start with the biography. M.R. Renukumar is a poet who writes in Malayalam. He is also a short story writer, biographer, essayist, translator and painter. He is a recipient of the 2019 Kerala Sahitya Academy Award for Poetry. And talking about what poetry means to him. Poetry is a medium for him to recapture the life and dreams of people historically oppressed by the caste system and slavery, presently called Dalits, who were excluded, underestimated, otherized, and demoralized by the mainstream literature based on hegemonic aesthetics and sensibility. He writes poetry from socio-political rather than personal reasons. He is trying to problematize the so-called syllabi of Malayalam literature with a different vocabulary, images, experiences and identical dissents. So the poem Will Go On Hugging mainly talks about how the speaker narrates the life of his parents who used to be lovers, how they used to meet each other and how as they are at the moment of parenthood, they are still separated and how the speaker wants them to unite, not for his own sake but for their sake as well. So ഒരു പോയം നോക്കുകയാണെങ്കിൽ it starts, before my dad became my dad and my mom became my mom, my father was solely mom's and mom solely dad's. ഒരു ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്ന ഐഡിയ ഇതാണ്. എന്താണ്, സ്പീക്കർ ഇപ്പോൾ പാരൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവർ പാരൻസ് ആകുന്നതിന് മുന്നേ അവർ തമ്മിൽ എന്താണ് ഒരു നല്ലൊരു രീതിയിലുള്ളൊരു ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു, അവർ തമ്മിൽ ലവേഴ്സ് ആയിരുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ ഉദ്ദേശിക്കുന്നത്. Dad's home was on this bank of the river, mom's on the opposite bank. At this cart, dad went on bathing while at the other, mom kept on rinsing clothes that were already washed, kept on washing utensils that were already cleansed. സോ ഇവിടെ പറയുന്നത് സ്പീക്കറിൻ്റെ അച്ഛനും അമ്മയും അവർ തമ്മിൽ ലവേഴ്സ് ആയിരുന്നു. പക്ഷേ എന്താണ് പ്രശ്നം, അവരൊരു പുഴയുടെ രണ്ട് ഓപ്പോസിറ്റ് ബാങ്കിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് അവർ പ്രണയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു മോമെൻ്റാണ് അടുത്ത സ്റ്റാൻസിൽ പറയുന്നത്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും, ഒരു സമയത്ത് പുഴയുടെ ഒരു കരയിൽ കുളിക്കാൻ പോകുന്ന സമയത്തായിരിക്കും അമ്മ ഓരോ പാത്രങ്ങളും അതുപോലെ തന്നെ തുണികളും എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഓൾറെഡി വാഷ്ഡ് ആയിട്ടുള്ളതാണ്, എന്നിട്ടും ഒന്നും കൂടി വാഷ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. ഒന്നും വേണ്ടിയല്ല, ഈ ഒരു ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ മാത്രമേ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ മാത്രമേ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരാൾ കുളിക്കാൻ വരുന്ന സമയം മറ്റേ ആൾ ഓൾറെഡി കഴുകിയിട്ടുള്ള പാത്രങ്ങളും തുണികളും എടുത്തുകൊണ്ട് വരെയാണ്, രണ്ടാമതും മൂന്നാമതും അതിരുന്ന് കഴുകുകയാണ്. അപ്പം അങ്ങനെയാണ് അവർ തമ്മിലുള്ളൊരു സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത്. With a steel vessel she refracted sunlight into dad's eyes. His songs whirled in her ears. She tore off that tiny poster of Yeshudas from beneath the plank, inscribed dad's name in charcoal and applied the soot that soiled her hands on her hair. On the palm leaning towards the river, dad fastened a 12 feet high pole, sat on it and became a loudspeaker for mom. അപ്പോൾ ഇതിൽ പറയുന്നത് അവരുടെ ലവിങ് മൂമെൻറ്റ്സിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകാൻ വരുന്ന സമയത്താണെങ്കിലും സ്റ്റീൽ പാത്രങ്ങൾ എടുത്തിട്ട് അത് സൂര്യപ്രകാശത്തിൻ്റെ അടിയിൽ പിടിക്കുകയാണെങ്കിൽ ആ സൂര്യപ്രകാശം മറ്റേ ആളുടെ കണ്ണിലേക്ക് അടിക്കും. അപ്പം അങ്ങനത്തെ രീതിയിലൊക്കെ കുറേ മൂമെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഈ അച്ഛൻ നല്ലൊരു പാട്ടുകാരനാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, ഈ ഒരു യേശുദാസിൻ്റെ ആ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലേബാക്ക് സിംഗറായിട്ടുള്ള യേശുദാസിൻ്റെ പോസ്റ്റർ കീറി അതിൻ്റെ താഴെ ഈ ആളുടെ പേര് കരിക്കട്ട വെച്ച് എഴുതി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ആളാണെങ്കിൽ ആ പുഴയുടെ അടുത്തുള്ളൊരു തെങ്ങിൽ ഒരു 12 ഫീറ്റ് അത്ര ഒരു തടി വെച്ച് കെട്ടി അതിൽ കയറിക്കൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ലൗഡ് സ്പീക്കർ ആവാറുണ്ട്. എന്ന് വെച്ചാൽ പാട്ടുകളൊക്കെ പാടിക്കൊടുക്കാറുണ്ട്. അത്രയും ലൗഡ് സ്പീക്കർ എന്ന രീതി അത്ര ഒച്ചയെ പാടിയാൽ മാത്രമേ മറ്റു കരയിൽ എത്തത്തുള്ളൂ. അപ്പം അങ്ങനത്തെ രീതിയിൽ അവരുടെ ഒരു റൊമാൻസാണ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്.
Next stanza. And as dad sings from them, mom would lie on the strewn mat, spread on the dung-coated floor, would roll her feet and gaze at dad through the window, sparkling like a ripple. On moonlit nights, they would swim midstream from their guards to build a honeyed island. അപ്പോൾ ഇങ്ങനെ അച്ഛൻ പാടുന്ന സമയത്ത് അമ്മ അത് എൻജോയ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല രാത്രിയാവുന്ന സമയത്ത് നല്ല നിലാവുള്ള സമയത്ത് അവർ നീന്താറുണ്ട്. അപ്പോൾ അവർ പുഴയുടെ ഒത്തു നടുക്കാണ് മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്, ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് ഇൻറ്റിമേറ്റ് മൂമെൻറ്റ്സ്. അപ്പോൾ അതാണ് ഹണീഡ് ഐലൻഡ് എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദേ മീറ്റ് ഈച്ച് അതർ ആൻഡ് ദെൻ ദേ മേക്ക് ലവ് ആൻഡ് ദേ ഹാവ് എ ലോട്ട് ഓഫ് ഇൻറ്റിമേറ്റ് മൂമെൻറ്റ്സ് ടുഗെദർ. Next stanza. Dad would use his left hand and mom would use her right to go on hugging, would use their other hands to keep themselves afloat in that bottomless depth. Even if they tear away like a cloth, swimming back to their own guts, midstream water remains sugary. അപ്പോൾ അവരുടെ ആ ഒരു ഇൻറ്റിമേറ്റ് മൂമെൻ്റ് ആണ് പറയുന്നത്. അവർ പുഴയുടെ ഒത്തു നടുക്ക് മീറ്റ് ചെയ്യുന്ന സമയത്തും എന്താണ്, അവർ രണ്ട് കൈ ഉപയോഗിച്ച് കെട്ടിപ്പിടിക്കുന്നില്ല, കാരണം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അവർ രണ്ടുപേരും മുങ്ങിപ്പോകും. അപ്പോൾ ഒരു കൈ വെച്ചിട്ട് മാത്രമാണ് അവർ ഹഗ് ചെയ്യുന്നത്. മറ്റേ കൈ അവർ എന്താണ് ആ ഒരു മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി അവർ എന്താണ് വെള്ളത്തിൽ കൈ വെച്ചിട്ടാണ് അവർ ഹഗ് ചെയ്യുന്നത്. സോ ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് ഹൗ ദേ ആർ ബാലൻസിങ് ദ ലൈഫ് ബിറ്റ്വീൻ സർവൈവൽ ആൻഡ് ലവ്. It shows about how they are balancing themselves in real life as well. അപ്പോൾ പിന്നെ ഇത്രയും ഒരു ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സിന് ശേഷം അവർ അവരുടേതായിട്ടുള്ള ബാങ്കിലേക്ക് തിരിച്ച് നീന്തി പോകുന്നുണ്ട്. എങ്ങനെയാണ് ഒരു തുണി കീറുന്നത് അങ്ങനെയാണ് അവർ എന്താണ് സെപ്പറേറ്റ് ആകുന്നത് എന്നാണ് പറയുന്നത്. സോ ദേ ആർ വെരി മച്ച് ഇൻ ലവ് ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു സെപ്പറേറ്റ് ബട്ട് ദേ ഹാവ് ടു ബിക്കോസ് ദേ ലിവ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി റിവർ. Next stanza. Inside them I would keep bubbling up in anticipation of that moment when they decide to swim to the same shore. Dad loses sleep, Shane smokes the beedi and keeps staring at the other bank. Without the language to say, Dad swims across the river. A part of me would wiggle. അപ്പോൾ അതിനുശേഷം ഈ അമ്മ പ്രഗ്നൻ്റ് ആകുന്നു എന്നാണ് പറയുന്നത്. ഈ സ്പീക്കറായിട്ട് പ്രഗ്നൻ്റ് ആവുകയാണ്. അപ്പോൾ അതിനുശേഷം അവർ തമ്മിലുള്ളൊരു മീറ്റപ്സ് കുറയാണ്. കാരണം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇവർക്ക് നീന്താൻ പറ്റുന്നില്ല. ഇയാൾക്ക് അത്രയും ഒരു ഡിസ്റ്റൻസ് നീന്താൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു മീറ്റപ്പ് അവിടെ നടക്കുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ എന്താണ് സംഭവിക്കുന്നത്, നേരിച്ച ഒരു ഉറക്കമില്ല, അതുപോലെ തന്നെ ചെയിൻ സ്മോക്കർ ആകുന്നുണ്ട്, എപ്പോഴും മറുകരയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു അമ്മയുടെ ഉള്ളിൽ സ്പീക്കർ ഇരുന്നുകൊണ്ട് പറയാണ്, വേഗം വേഗം ഇങ്ങോട്ട് നീന്തി വരുമെന്ന് അച്ഛനോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ആൻസർ. സ്ലീപ്ലെസ് മോം വുഡ് ടോസ് ആൻഡ് ടേൺ ഇൻ ഹെർ ബെഡ് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. Without the tongue to whisper in her ears, Mom swim across the river, the other part of me would fume. അപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞു. ഇനി അമ്മയുടെ കാര്യമാണെങ്കിലും അവിടെയും ഉറക്കമില്ല, എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. കാരണം മീറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ സാധിക്കത്തില്ല, ആ ഒരു ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ട്. അപ്പോഴും സ്പീക്കർ അമ്മയുടെ ഉള്ളിൽ ആ ഒരു വയറ്റിൽ കിടന്നുകൊണ്ട് സ്പീക്കറും പറയാറുണ്ട്, എങ്ങനെയെങ്കിലും അപ്പുറത്തെ കരയിലേക്ക് നീന്തൂ, നിങ്ങൾ ഒന്നിക്കൂ എന്നുള്ളത്. നെക്സ്റ്റ് ആൻസർ. Futile, a river, a bank, an opposite bank between dad and mom. Futile even me. Still I go on hugging them, go on hugging them. സോ ഇത് ഫ്യൂട്ടൈൽ ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഇവർ രണ്ടുപേരുടെ ഇടയിൽ ഒരു പുഴയുണ്ട്, ഒരു കരയുണ്ട്. രണ്ട് കരയിലും ഒരു പുഴയാണ് ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിളായിട്ട് നിൽക്കുന്നത്. Or it could symbolically mean some other factors like they may belong to some other religion or caste, we don't know. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒന്നും തന്നെ ഇവിടെ പറയുന്നില്ല. മേ ബി they have some sort of obstacles between them which they are struggling to overcome. അപ്പോൾ തൽക്കാലം ഇതൊരു ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് ആണെന്നാണ് സ്പീക്കർ പറയുന്നത്. കാരണം ഇത്രയും അധികം ഇഷ്ടമുണ്ടെങ്കിൽ പോലും അവർക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് സ്പീക്കർ പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും സ്പീക്കർ ഇപ്പോഴും ആ ഒരു ഹോപ്പ് വയ്ക്കുന്നുണ്ട്, അവർ വീണ്ടും മീറ്റ് ചെയ്യും, അവർ വീണ്ടും ഹഗ് ചെയ്യും,
അവർ ഹഗ് ചെയ്യുന്ന സമയം വരെ എന്താണ് സ്പീക്കറിന് ആ ഒരു അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് ആ ഒരു എന്താണ് അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആകാൻ പറ്റും. സോ he is hugging each of them, he is conveying his own love for each of them on their behalf, and he is hoping for a future where they will be able to meet and hug each other. So that's the basic idea of the poem. ഇതിൽ പ്രത്യേകിച്ച് ലവ് ആണ് സെൻട്രൽ തീമായിട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എക്സ്പ്ലിസിറ്റ് ആയിട്ടൊന്നും തന്നെ പറയുന്നില്ലെങ്കിലും നമുക്ക് കുറേ ഇൻ്റർപ്രിട്ടേഷൻസ് വെക്കാൻ പറ്റും. But how these two individuals, they are very much in love, but they are not allowed to meet each other or even unite because of certain obstacles. The literal meaning is the river, but then it could be other factors as well, like their religion or their class or their caste, anything. So the speaker is hoping for a future where his parents would be able to unite. So that's the idea of the poem. And if you have any other idea or any other interpretation, you can convey that in the comment section as well. So thank you for listening.